ഹലോ ഫ്രണ്ട്സ്, എന്നയുടെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നുള്ള ഇവിടെ ടൈഗർ റിസർവിലാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമായി വന്ന കാരണം എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇവരുടെയായിട്ട് വാഹനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കായിട്ടൊരു വാഹനം കൊണ്ടുപോകാം. ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെയാണ് ഈ വാഹനം റെഡിയാക്കുന്നത് ഗൈസ്. പപ്പ അവിടെ സെറ്റായിട്ടൊക്കെ ഉണ്ട്. അനിയത്തിമാരെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പപ്പ കയറി രണ്ടുപേരോട് ഞങ്ങൾ ബസ്സിൽ കയറി. എത്ര നേരം ബസ്സിൽ ഇരിക്കണമെന്ന് പറഞ്ഞൂടെ ഞങ്ങൾക്ക്. എപ്പോൾ എത്തുമെന്ന് പറഞ്ഞാൽ ഗൈസ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഞാൻ പോയി തുടങ്ങി. എനിക്ക് ഭയങ്കര എക്സൈറ്റാണ്. ഞാൻ കാണാൻ പോണ തന്നെ അവർ പറഞ്ഞ ടൈഗർ ഉണ്ടാവും, എല്ലാ ആനിമൽസൊക്കെ ഉണ്ടാവുന്ന ബോട്ടിങ്ങും ഉണ്ട്. അവിടെ ബോട്ടിങ്ങിനാണ് മെയിനായിട്ട് പോണത് ഗൈസ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ എത്തും ഗൈസ്. അപ്പോൾ അതേ പപ്പ അവിടെ സെറ്റായി കണ്ണടയൊക്കെ വെച്ചിരിക്കണേ. ഫ്രണ്ട് സീറ്റ് താഴ്ക്കാനാണ് ഗൈസ്. ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മളെത്തും. ചിലപ്പോൾ കൂടുതൽ നേരം എടുക്കും. എത്ര ടൈമൊന്നും എടുക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഞങ്ങളിതേ കാട് പോലത്തെ. അപ്പോൾ ഗൈസ് ഇവാനെ യോഗ കാണിച്ച് ഗൈസ്. ഞങ്ങൾ ഫ്രണ്ടിൽ എത്തിയിട്ടോ. കുറച്ച് നേരം ഉള്ളൂ കേട്ടോ ഗൈസ്. 1 2 3 4 5 6 7 8 9 10 ഗൈസ്. കുഞ്ഞു ഫ്രണ്ടിൽ നിന്ന് ടൈഗറിനെ പോലെ ആക്ഷൻ. ഇതാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലം ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ കുറേ കാണാനുണ്ട് ഗൈസ്. നമ്മൾ പയ്യെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇനി ഗൈസ് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി നമ്മൾ വേറെ ടിക്കറ്റ് നേരത്തെ എടുത്ത ബസ്സിൻ്റെ ആണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ബോട്ടിങ്ങിന് എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ഇനി അങ്ങോട്ട് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടൊക്കെ നമ്മൾ പോകട്ടെ. അങ്ങോട്ടൊന്നും ടിക്കറ്റ് വേണ്ട, ബോട്ടിൽ കയറാൻ മാത്രം ടിക്കറ്റ് മതി. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് ഗൈസ്. സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടാണ് ആ ഒരു എൻട്രൻസിലോട്ട് പോകുന്നത്. കുറേ കാണാനുള്ള സ്ഥലം. പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു ഗൈസ്, നിങ്ങൾ അവിടെ പോയി കണ്ടോ, ടിക്കറ്റ് എടുക്കാൻ കുറേ നേരം എടുക്കും. അത് മാത്രമല്ല, ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാലും ബോട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഗൈസ്. ഞാൻ ചെയ്ത് അവിടെ നിൽക്കണേ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുത്തെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ ഒന്ന് കയറി നോക്കാവേ. ഇൻഫോർമേഷൻ സെൻറ്ററിൽ കയറി നോക്കാവേ നമുക്ക്. ഇത് കേരളത്തിലെ ടൈഗർ റിസർവാണ്. അതുമാത്രമല്ല, ഇത് കേരളത്തിലെ ടൈഗർ റിസർവ് ആയ കാരണം പെരിയാർ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതേ കണ്ടു, ഇവിടെ സേവ് ആർ ടൈഗേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ബൈനാക്കുലർ റെൻറ്റിന് കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ കയ്യിലൊരു ചെറുത്ത ഉണ്ടായത് കൊണ്ട് കാരണം ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചതിന്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഗൈസ്. വന്യജീവിയിലൊക്കെ ബോട്ടുകളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും ഗൈസ്. നമ്മൾ വീണാലും നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഒരു 20 നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ജാക്കറ്റൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. നിങ്ങളിവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ഇവിടെ കുറച്ച് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റേയുടെ കാര്യമായിട്ട് ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റേഴ്സാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങളിവിടെ വന്നിട്ടുള്ള ലൈക്ക് ചെയ്യണേ, പ്രത്യേകിച്ച് കമൻറ്റ്. അപ്പോൾ ഗൈസ് ഈ പരിസരത്ത് കാണുന്ന ചില ബേർഡ്സിൻ്റെയും ചിത്രശലഭത്തിൻ്റെയൊക്കെ കണ്ടോ. ഇവിടെ മങ്കീസ് കുറേ ഉണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഈ ബട്ടർഫ്ലൈസൊക്കെ ഇവിടെ ഉള്ള ബട്ടർഫ്ലൈസാണ്. ഇപ്പം ഈ കാണിക്കുന്ന എല്ലാം ഈ ഇതിലുള്ള എല്ലാം ഇവിടെ ഉള്ളതാണ് ഗൈസ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഫംഗീസ് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു ഗൈസ്. ഒരു കുട്ടിയുടെ ലേസ് പാക്കറ്റ് കയ്യിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയി. അരച്ചിലുമാണ് ഗൈസ്. അപ്പോൾ അതേ ഇവിടെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ബോട്ടിങ്ങിന് പോകുന്നൊരു എൻട്രൻസ് ഗൈസ്. പുറത്തോട്ട് ബാൽക്കണിയാണ് ഗൈസ്. ആദ്യം ഗൈസ് കുരങ്ങന്മാർ കുറേ ഉണ്ട് കേട്ടോ. ഒരു കുരങ്ങൻ അവിടെ ഇരുന്നൊരു എന്തൊരു സാധനം പിടിച്ചോണ്ടിരിക്കണേ ഗൈസ്. അത് എന്തൊരു ക്ലോത്ത് കിട്ടിയിട്ട് അതിനായിട്ട് 2 പേരും കൂടി ഇടി പിടിക്കണേന്ന് ഗൈസ്. ഇടി പിടിക്കുമ്പോൾ ഒരു കുരങ്ങൻ താഴ്ത്തിയാണ് കേട്ടോ. ആ ക്ലോത്ത് എടുത്തുകൊണ്ട് പോകുവേ. മറ്റേ കുരങ്ങൻ ഒന്നും കിട്ടിയില്ല, മരത്തിരിക്കുന്നുണ്ട് ഗൈസ്.
നിങ്ങളെ കൊണ്ടോട്ടോ ഭയങ്കര രസമാണ് ഗൈസ്. നിങ്ങളിവിടെ വന്നിട്ടുള്ളവരെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഗൈസ്. ദേ കുരങ്ങന്മാരെന്ന് വെച്ചാൽ കുരങ്ങന്മാർ കുറേ ഉണ്ട് ഗൈസ്. ദേ കുറേന്ന് വെച്ചാൽ കുറേ ഉണ്ട് ഗൈസ്. ആ ക്ലോത്തും കൊണ്ട് പോയിട്ട് ആ കുരങ്ങൻ പൊക്കത്തിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫണ്ണിയാണ് ഗൈസ്. ഫണ്ണിന്ന് ചോദിച്ചാൽ ഫണ്ണി. ഈ മ്ലാവ് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഈ മ്ലാവിന് ഇനിയുള്ള വീഡിയോസിലും കാണാൻ പറ്റും കേട്ടോ. ഫേസ് നമുക്ക് കിട്ടിയില്ല ഗൈസ്. ഇവിടെ ഒരു സ്റ്റേജായിട്ട് ഞാൻ പറഞ്ഞില്ല ഗൈസ്, അതിൽ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകണതാണ്. ഇതാ കാണുന്നൊരു നീളമുള്ള കമ്പി, അത് ഇങ്ങനെ വെച്ച് അവർ കൊണ്ടുപോകും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരുന്നാൽ ശരിയായി ഗൈസ്. ബോട്ടിൽ കയറി ഗൈസ് ഞാനായിരുന്നു അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇത്തിരി ഡേഞ്ചറസ് സ്ഥലമാണ്, അത് കാരണമാണ് നമുക്ക് സേഫ് ജാക്കറ്റ് തന്നേക്കണം ഗൈസ്. ഇവിടെ പറയാനായിട്ട് ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. നമുക്കിവിടെ എന്തൊക്കെ പറയണം, പിള്ളേർക്ക് ജാക്കറ്റ് ഇട്ട് കൊടുക്കണ്ട. ആ സമയത്ത് വല്ലതും പറ്റുകയാണെങ്കിൽ പിള്ളേർക്ക് അവർ പെട്ടെന്ന് ജാക്കറ്റ് ഇട്ടോളും. പിള്ളേരാരെങ്കിലും പൊക്കി പിടിച്ചാൽ മതി. പിള്ളേരുടെ കാര്യത്തിൽ ഒന്നും പിടിക്കണ്ട, സേഫാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3.5 വയസ്സ് വരെയുള്ള പിള്ളേർ ഗൈസ്. ഇവിടെ പണ്ട് ഈ ബോട്ടിൽ ഒരു അപകടം നടന്നിട്ടുണ്ട്. കാരണം നിർബന്ധമായി എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇത് ധരിച്ചിരിക്കണം ഗൈസ്. ഇവിടെ അപകടം നടന്നിട്ട് എല്ലാവരെയും രക്ഷിച്ചതാണ് ആ പോലീസ് ഓഫീസർ ഗൈസ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് നല്ല പേടിയുണ്ട് ബോട്ട് മുങ്ങി പോകുമെന്ന്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. സോറി കേട്ടോ, നിങ്ങളെ പേടിപ്പിക്കാനുള്ള കേട്ടോ, എൻ്റെ പേടി ഞാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിവിടെ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പോലീസ് ഓഫീസർ പറഞ്ഞത് ഇപ്പം മഴയുടെ സീസണായ കാരണം മഴ വന്ന് പുഴയൊക്കെ ആകെ പൊങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ വനത്തിലോട്ട് വെള്ളം കയറിയ കാരണം അവർക്ക് അവിടെ വെള്ളം കുടിക്കാനുള്ള കാരണം അവരിങ്ങോട്ട് വരൂല. എന്നാലും നമുക്ക് ഭാഗ്യത്തിനൊരു ആനിമൽസിനെയൊക്കെ കണ്ടാലോ ഗൈസ്. ഈ വ്യൂ നോക്ക്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതിനിടക്കാണ് ഈ ഒരു വ്യൂ കണ്ടത്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി ഗൈസ്. ഇത് കാടിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഗൈസ്. ഈ കൊമ്പി കൂട് കൂട്ടിയിരിക്കുന്ന ബേർഡ്സിനെ കണ്ടു, അവർ ചൈന ഉള്ളതാണ്. അവർ നന്നായിട്ട് മീൻ പിടിക്കുന്ന പക്ഷികളാണ്. അത് കാരണമാണ് ഈ തേക്കടി ഇതിൻ്റെ ഉള്ളതല്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഈ മീനിനെ ഈ ബേർഡിനെ പിടിക്കാൻ, ഈ ബേർഡ് മീനിനെ പിടിക്കാതെ കാരണം ചൈനക്കാർ അതിന് ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങളുടെ ബോട്ടിംഗ് യാത്ര കഴിയാറായി ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുമാത്രമല്ല പേരമലം നന്നായിട്ട് വളർന്ന് വെള്ളത്തിൽ നിൽക്കണം, നിങ്ങൾക്ക് കാണണം ഗൈസ്. അതാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇത് കണ്ടത് ഞെട്ടിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ഓഫീസർ പറയണേന്ന് ഇങ്ങനെ വരും കാട്ടിലും മരങ്ങൾ ഗൈസ്. അപ്പം നല്ല ഇതോടെ നമ്മൾ ഇത് തീർക്കാൻ പോവുകയാണ് ഗൈസ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് കഴിയും ഗൈസ്. ഓക്കെ ബൈ ബൈ, സീ യു, സബ്സ്ക്രൈബ് മീ.